അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മദീനയിലാണ് ഉള്ളത്. കുറച്ച് ദിവസം നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത് യാത്രകൾ ഉണ്ടായിരുന്നത് കൊണ്ടും യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കുകളെ കൊണ്ടാണ് കാര്യമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദീനയുടെ തൊട്ടടുത്തുള്ള മസ്ജിദുൽ ഖുബായിലുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ പോകാം. മദീനയിലുള്ള ഏറ്റവും സുപ്രധാനമായ പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ ഖുബ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ കിബിലയുടെ ഭാഗത്തേക്ക് അഥവാ തെക്ക് ഭാഗത്തേക്ക് ഏകദേശം 3 കിലോമീറ്റർ ചില്ലാനം നമ്മൾ പോയി കഴിയുമ്പോൾ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബ കാണാം. എന്താണ് മസ്ജിദുൽ ഖുബ എന്ന പള്ളിയുടെ പ്രത്യേകത? പരിശുദ്ധമായ ഖുർആനിൽ അഫമൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിസ്കരിക്കൽ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കൽ അല്ലെങ്കിൽ ആ പള്ളി ഉദ്ഘാടനം നടത്തി കൊടുക്കൽ ഏറ്റവും അഹഖു അൻ തഖൂമ ഫീഹി എന്ന് അള്ളാഹു പ്രത്യേകം പരാമർശിച്ച ഖുർആനിൽ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും സന്ദർഭവും സാഹചര്യവും വ്യക്തമാക്കി ആ പള്ളിയെ സംബന്ധിച്ച് തഖ്വയിൽ പണിതുയർത്തപ്പെട്ട പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയാണ് ഈ പറയുന്ന മസ്ജിദുൽ ഖുബ എന്നുള്ളത്. അതുപോലെ ഫീഹി റിജാലിൻ യുഹിബ്ബൂന അൻ യതതഹറു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുബ നിവാസികളെ പറ്റിയുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി സ്വീകരിച്ച സ്ഥലവും ഈ ഖുബ പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയും നബി തങ്ങൾ അവിടെ ഇറങ്ങി താമസിക്കുകയും ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കെട്ടിയിട്ടതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മസ്ജിദുൽ ഖുബാഇൻ്റെ മിനാരത്തിൽ അതിൻ്റെ അടയാളങ്ങൾ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മൻ തതഹറ മിൻ ബൈതിഹി സുമ്മ അത്ത മസ്ജിദ ഖുബ ഫലഹു അജുർ ഉംറ. ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് ശുദ്ധീകരണം നടത്തി വുളൂ ചെയ്തു വരികയും മസ്ജിദുൽ ഖുബായിലെത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പ്രത്യേകം പരാമർശിച്ച ഒരു പള്ളി കൂടിയാണ് മസ്ജിദുൽ ഖുബ. അതിൻ്റെയും പുറമെ ഒരുപാട് സ്വഹാബാക്കളുടെ അൻസാരികളുടെ വീടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. നിരവധി അനവധിയായ ആസാറുകൾ ഇപ്പോഴും കാണാൻ കഴിയുന്ന പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾക്ക് സ്ത്രീകളും കുട്ടികളും വരവേൽപ്പ് നൽകിയ പ്രദേശമാണ് മസ്ജിദുൽ ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും മസ്ജിദുൽ ഖുബയിൽ വരികയും ദീർഘനേരം അവിടെ ചെലവഴിക്കുകയും അവിടെ നിന്ന് നിസ്കാരം നിർവഹിച്ചിട്ട് പോവുകയും ചെയ്യുന്നതായി ഹദീസുകളിൽ കാണാം. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ മസ്ജിദുൽ ഖുബ മദീനയിലെത്തുന്ന ഏത് ഹാജിമാരും വന്ന് സന്ദർശിക്കുന്ന ഒരു പള്ളിയാണ്. ഹജ്ജിന് പുറപ്പെട്ടാലും ഉംറയ്ക്ക് പുറപ്പെട്ടാലും മദീനയിലെത്തിക്കഴിഞ്ഞാൽ മദീനയിലെ മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ വിശ്വാസികൾ അടുത്ത് സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിവിശാലമായി നിർമ്മിക്കുകയും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെയായി ഈ പള്ളിയിലെത്തി അതിൻ്റെ ആസാറുകൾ കാണാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന 2 റക്അത്ത് നിസ്കരിക്കാനും വേണ്ടി ഹാജിമാർക്ക് അതിവിശാലമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. മസ്ജിദുൽ ഖുബായുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട നിരവധി ആസാറുകൾ അടുത്ത കാലത്ത് കണ്ടെത്തപ്പെടുകയും അതിൻ്റെ പ്രത്യേകമായ വിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം ആസാറുകളിലേക്ക് എക്സ്കവേഷൻസും അതുപോലെ തന്നെ കണ്ടെത്തലുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ ഖുബാഇൻ്റെ പരിസരത്തുള്ള നബിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, പള്ളികൾ, ആസാറുകൾ, ചില സ്വഹാബികളുടെ വീടുകൾ ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അത് മനസ്സിലാക്കാനും അതിൻ്റെ ചരിത്രങ്ങൾ പങ്കുവെക്കാനും സാധിക്കും. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന യാത്രകളിൽ മസ്ജിദുൽ ഖുബാഇൻ്റെ പരിസരത്തുള്ള വീടുകളെ സംബന്ധിച്ചും ആസാറുകളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളെ സംബന്ധിച്ചും പരാമർശിക്കാം. എന്തുകൊണ്ടും ഖുർആനിലും ഹദീസിലും പ്രത്യേകമായ പേരെടുത്ത് പറഞ്ഞ പള്ളിയാണ്. അതുകൊണ്ട് ഉംറയ്ക്ക് വരുന്നവർ, ഹജ്ജിന് വരുന്നവർ നിർബന്ധമായും മദീനയിലെത്തിയാൽ മസ്ജിദുൽ ഖുബായിൽ എത്തുകയും 2 റക്അത്തെങ്കിലും അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യൽ നബിതങ്ങളോടുള്ള സുന്നത്തിൻ്റെ അനുധാവനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാ ഹാജിമാരെയും കൊണ്ട് എല്ലാ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഗ്രൂപ്പുകൾ അവിടെ എത്തുമെങ്കിലും പലപ്പോഴും അവിടെയുള്ള ആസാറുകൾ പരിചയപ്പെടുത്താനും തൊട്ടടുത്തുള്ള പള്ളിയുടെ പ്രദേശത്തുള്ള ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനും വിട്ടുപോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുന്നവർക്ക് ഇതിനെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.